നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് മലേഷ്യൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു. അപ്പോഴുണ്ട് പൈലറ്റ് പറയുന്ന മക്കളെ സീറ്റ് ബെൽറ്റ് ഇട്ടോളി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ട് മൂപ്പർ നല്ല അസലായിട്ട് ലാൻഡ് ചെയ്ത് മൂപ്പർ നല്ല പ്രൊവാണ്, ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല, നല്ല സേഫ് ലാൻഡിങ്. അതിനുശേഷം നമ്മൾ മല്ലന ഫ്ലൈറ്റിന്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ വന്ന ഫ്ലൈറ്റ് കിടക്കുന്നത് സോ ബ്യൂട്ടിഫുൾ ഇനിയുള്ള 12 മണിക്കൂർ ലേവർ നമുക്ക് മലേഷ്യൻ എയർപോർട്ടിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാം. പലതരം മലേഷ്യൻ വിഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കാണുന്നുണ്ട്. കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ട്, പക്ഷേ ഇപ്പം വയറിൽ ഒട്ടും സ്പേസ് ഇല്ല, കുറച്ച് ആവാം. നമ്മൾ പിന്നെ ഫോണൊക്കെ ചാർജിട്ട് കുറച്ച് വീഡിയോ കണ്ട് നമ്മൾ അടുത്തുള്ള കടയിൽ പോയി ഒരു ഗ്രിൽഡ് ചിക്കൻ കോംബോ തന്നെ വാങ്ങി കഴിക്കാൻ. ഫുഡിനെ കുറിച്ച് പറയണമെങ്കിൽ ചിക്കന് വലിയ ഫ്ലേവറും ഇല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റും ഇല്ല. അപ്പോഴേക്കും നമ്മളെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറാനുള്ള സമയം അതിക്രമിച്ച് കയറിയിരിക്കുന്നു. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബോർഡിംഗ് തുടങ്ങി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിരുന്നു. ഫ്ലൈറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ സംഭവം പുതിയതാ, പക്ഷേ വലിയ കംഫർട്ട് ഒന്നും ഇരിക്കാം, പക്ഷേ നല്ല LED ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും ചേട്ടന്മാർ ഫുഡും കൊണ്ട് വന്ന്. ഇപ്രാവശ്യം ചേച്ചിമാരില്ല, ചേട്ടന്മാരാ. എന്തായാലും ഫുഡ് കഴിച്ചാൽ പോരെ. പിന്നെ ഒരു പണി കിട്ടിയത് ഒരു ചേട്ടന് സീറ്റ് മാറി കൊടുത്തതാ. നോക്കുമ്പോൾ ഈ സീറ്റിന് റിക്ലൈനർ ഇല്ല, കാരണം ഇത് എമർജൻസി ഡോറിന് എടുത്താ. ഫുഡിനെ കുറിച്ച് പറയണമെങ്കിൽ ആപ്പിൾ ജ്യൂസ്, കപ്പലണ്ടി, പൊറോട്ട, ചിക്കൻ കറി ആൻഡ് റൈസ് വിത്ത് പൊട്ടറ്റോ. നമ്മൾ ആദ്യം പായസം വെച്ച് തുടങ്ങി. പിന്നെ ചിക്കൻ കറി റൈസിനെ കുറിച്ച് പറയണമെങ്കിൽ കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ എത്തി. പിന്നെ ഫുള്ള് എക്സൈറ്റ്മെന്റ്. എങ്ങനെയല്ലോ ഫ്ലൈറ്റിന്റെ പുറത്തിറങ്ങി നമ്മളെ പെട്ടിയെല്ലാം എടുത്ത് നമ്മൾ നേരെ പുറത്തേക്ക്. ഇനി അടുത്തുള്ള പരിപാടി എന്നാൽ കൊച്ചി ടു കണ്ണൂർ.